കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവന്നു. കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി അധികാരത്തിൽ കയറി. ഈ അവസരത്തിൽ വലിയൊരു ചർച്ചയാണ് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ കേരളത്തിൽ NDA BJP നയിക്കുന്ന NDA മുന്നണിക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ച 20 നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. രാജ്യം ഭരിക്കുന്ന NDA മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നയങ്ങളോട് എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നേർക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും ചില മണ്ഡലങ്ങളിലൊക്കെ NDAക്ക് ലഭിച്ച വോട്ട് ഷെയർ ഉണ്ടല്ലോ, അത് രാഷ്ട്രീയ നിരീക്ഷകരെ വലിയ രീതിയിൽ അമ്പരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശരാശരി ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ആകെ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ അത് 2 ലക്ഷം വരെ ഉണ്ട് എന്ന് നമ്മൾ മറന്നുകൊണ്ടല്ലേ ഈ പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് 10,000 വോട്ട് പോലും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് നേടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര മാനക്കേട് തരും. രാഷ്ട്രീയപരമായിട്ട് വളരെയധികം മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, അത് ആ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ മനോഭാവത്തെയാണ് തുറന്നു കാട്ടുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടുകൾ നേടിയ 20 മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 20ാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിലാണ്. മങ്കട എന്ന് പറയുമ്പോൾ മഞ്ചേരിക്കും പെരിന്തൽമണ്ണക്കും ഇടയിലുള്ള ഒരു മണ്ഡലമാണ്. അതായത് മഞ്ഞളാംകുഴി അലി മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലം. ആ മണ്ഡലത്തിലാണ് BJP നയിക്കുന്ന NDA മുന്നണിക്ക് ലഭിച്ച വോട്ട് കേവലം 9,933 വോട്ടുകൾ മാത്രമാണ്. അതേസമയം എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ഷെയറായി വന്നത് ഏകദേശം 9,893 വോട്ടുകൾ. അതായത് 20ാം സ്ഥാനത്ത് മങ്കട, 19ാം സ്ഥാനത്ത് അങ്കമാലി. 18ാം സ്ഥാനത്തുള്ളത് എറണാകുളം ജില്ലയിലെ തന്നെ മൂവാറ്റുപുഴ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞത് ആകപ്പാടെ 9,840 വോട്ടുകൾ മാത്രമാണ്. 17ാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ്. ഈ മണ്ഡലത്തിൽ നിന്ന് NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് ആകപ്പാടെ 9,832 വോട്ടുകൾ മാത്രമാണ്. 16ാം സ്ഥാനത്തുള്ളത് കോട്ടയമാണ്. കോട്ടയം മണ്ഡലത്തിൽ നിന്ന് NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് 9,726 വോട്ടുകൾ മാത്രമാണ്. 15ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലമാണ്. ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് NDA മുന്നണി ആകപ്പാടെ നേടിയത് 9,617 വോട്ടുകൾ മാത്രമാണ്. 14ാം സ്ഥാനത്തുള്ളത് ഇടുക്കിയാണ്. ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് NDA മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് 9,410 വോട്ടുകൾ മാത്രമാണ്. 13ാം സ്ഥാനത്തുള്ളത് ഇടുക്കി ജില്ലയിൽ തന്നെ പീരുമേട് മണ്ഡലമാണ്. പീരുമേട് മണ്ഡലത്തിൽ നിന്ന് BJP NDA മുന്നണിക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 9,218 വോട്ടുകൾ മാത്രമാണ്. 12ാം സ്ഥാനത്തുള്ളത് മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് NDA മുന്നണിക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 9,127 വോട്ടുകൾ മാത്രമാണ്. 11ാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറനാട് മണ്ഡലമാണ്. അതായത് PK ബഷീർ ഉണ്ടല്ലോ, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഏറനാട്. ഈ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 8,827 വോട്ടുകൾ മാത്രമാണ്. 10ാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു മണ്ഡലമായ തിരൂരാണ്. തിരൂരിൽ നിന്ന് BJP മുന്നണിക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 8,624 വോട്ടുകൾ മാത്രമാണ്. 9ാം സ്ഥാനത്തുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലമാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് BJP നയിക്കുന്ന NDA മുന്നണിക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 8,432 വോട്ടുകൾ മാത്രമാണ്. 8ാം സ്ഥാനത്തുള്ളത് പേരാവൂരാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂരിൽ നിന്ന് BJP മുന്നണിക്ക് ആകപ്പാടെ നേടാൻ കഴിഞ്ഞത് 8,020 വോട്ടുകൾ മാത്രമാണ്. 7ാം സ്ഥാനത്തുള്ളത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂര് എന്ന് പറയുമ്പോൾ മിക്ക ആളുകൾക്കും അറിയാം, ഒരു സ്റ്റാർ മണ്ഡലമായിരുന്നു തൃക്കരിപ്പൂര്. നമ്മുടെ BJPയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂര്. അവിടെ അട്ടിമറി വിജയമാണ് സന്ദീപ് വാര്യർ LDFനെ തോൽപ്പിച്ച് നേടിയത്. ആ മണ്ഡലത്തിൽ BJPക്ക് ആകെ നേടാനായത് 7,837 വോട്ടുകൾ മാത്രമാണ്. 6ാം സ്ഥാനത്തുള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലമാണ്. തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകെ നേടാൻ സാധിച്ചത് 7,380 വോട്ടുകൾ മാത്രമാണ്. 5ാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ പെരിന്തൽമണ്ണ മണ്ഡലമാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകെപ്പാടെ നേടാൻ സാധിച്ചത് 7,240 വോട്ടുകൾ മാത്രമാണ്. 4ാം സ്ഥാനത്തുള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന മണ്ഡലമാണ്. കോതമംഗലം മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകപ്പാടെ നേടാൻ സാധിച്ചത് 7,046 വോട്ടുകൾ മാത്രമാണ്. 3ാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലമാണ്. പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകെ നേടാൻ സാധിച്ചത് 7,031 വോട്ടുകൾ മാത്രമാണ്. 2ാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയിലെ തന്നെ വേങ്ങര മണ്ഡലമാണ്. വേങ്ങര മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ
മന്ത്രി കെ എം ഷാജിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകെ നേടാൻ സാധിച്ചത് 6128 വോട്ടുകൾ മാത്രമാണ്. കേരളത്തിൽ BJPക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ച ആദ്യത്തെ മണ്ഡലം, അതായത് കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച BJPയുടെ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ വണ്ടൂർ മണ്ഡലമാണ്. വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് BJPക്ക് ആകെ ലഭിച്ചത് 6018 വോട്ടുകൾ മാത്രമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മലബാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതിനാണോ ചീത്തതിനാണോ എന്നുള്ളത് വേറെ വിഷയം. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.